ഇന്നലെ രാത്രി എത്ര തവണ കറണ്ട് പോയി? 1, 2 അതോ 3? സർക്കാരിന് എന്തായാലും പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്കാണ് കണക്കുള്ളത്. ഇന്നും കട്ടുണ്ടാകുമെന്ന അറിയിപ്പ് വന്നു കഴിഞ്ഞു. എപ്പോൾ എന്നൊന്നും ചോദിക്കേണ്ട, ലോഡ് കൂടിയാൽ അപ്പോൾ തന്നെ കട്ട് എന്നതാണ് ഇപ്പോഴത്തെ രീതി. ജൂലൈ മാസത്തിൽ കറന്റ് കട്ട് എന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. ആരാണ് ഈ പ്രതിസന്ധിക്ക് കാരണം? ഇന്നത്തെ പ്രൈം സ്റ്റോറി. കുറച്ച് പിറകിലേക്ക് പോകാം നമുക്ക്. മാസം ഏപ്രിൽ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായി. കറന്റ് കട്ട് വന്നു. കൊടും ചൂടിൽ ഇരുട്ടടിയോ എന്ന് ചോദിച്ച് ഞാൻ പ്രൈം ടൈം ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അന്ന് പ്രതിപക്ഷം പറഞ്ഞു സർക്കാരിന്റെ കരുതലില്ലായ്മ, ജാഗ്രത കുറവ്. ഇതിപ്പോ ജൂലൈ, നല്ല തണുപ്പത്ത് സുഖമായി കിടന്നുറങ്ങേണ്ട സമയത്ത് ചൂടാണ്, മഴയില്ല. അതിനൊപ്പം ചരിത്രത്തിൽ ആദ്യമായി ജൂലൈയിൽ കറന്റ് കട്ട്. വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമെന്ന് മന്ത്രി തന്നെ സ്ഥിരീകരിക്കും. പ്രശ്നമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് കേരളത്തിൽ മാത്രമല്ല, രാജ്യത്തൊട്ടാകെയുണ്ട്, രാജ്യത്തിനപ്പുറത്തുമുണ്ട് എൽ നീനോ പ്രതിഭാസം. നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ ഈ സമയത്ത് ആവശ്യം 3500 മുതൽ 3600 വരെ മെഗാവാട്ടായിരുന്നെങ്കിൽ ഈ വർഷം അത് 4700 to 4800, 1100 മെഗാവാട്ടിൻ്റെ വർധനവ് നമ്മൾ ആവശ്യത്തിലുണ്ടായിട്ടുണ്ട്. പകല് നമ്മുടെ വൈദ്യുതിയുടെ ഒരു യൂണിറ്റിൻ്റെ ചാർജ് 1 പൈസയാണ്, 1 രൂപയല്ല, 1 പൈസയാണ്. 1 യൂണിറ്റ് വൈദ്യുതിക്ക് പകല് ചാർജെങ്കിൽ രാത്രിയിൽ 10 രൂപ കൊടുത്താൽ അത് കിട്ടില്ല. അപ്പം ഞായറാഴ്ചത്തേക്ക് ഫുട്ബോളിന് വേണ്ടി നമ്മൾ അധിക വിലയ്ക്ക് വാങ്ങാം, പകല് നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോ ഫൈനലിന്റെ അകത്ത് പേടിക്കേണ്ടതില്ല, അന്നത്തേക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനമായിട്ടുണ്ട്. ഈ കറണ്ട് കട്ട് നമ്മളെയൊക്കെ മാത്രമാണോ ബാധിക്കുന്നത്? അല്ല, സംസ്ഥാനം കഴിഞ്ഞ 10 വർഷം ഭരിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പറയുന്നു വലിയ പ്രശ്നമാണ്. ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താത്തതാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 1.25 മണിക്കൂർ വൈദ്യുതി ഇല്ലാത്ത കഴിയേണ്ടി വന്നവനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ 1.25 മണിക്കൂറാണ് വൈദ്യുതി ഇല്ലാതായത്. ഇത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുകയാണ്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, ഓണപ്പരീക്ഷയുടെ തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ കുട്ടികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു. നമ്മുടെ കയ്യിലുള്ള വൈദ്യുതി കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ല. അപ്പം അതിനാവശ്യമായ തയ്യാറെടുപ്പ് നേരത്തെ നടത്തണം, ആവശ്യമായത്ര വൈദ്യുതി വാങ്ങണം. അതിൽ പൂർണ്ണമായ കെടുകാര്യസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളെ ഇട്ടുകൊണ്ട് ഇങ്ങനൊരു അമ്മാനമാടാൻ പാടില്ല. ഗവൺമെന്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു പോവുകയാണ് വേണ്ടത്. ജനങ്ങളെ ഇട്ട് അമ്മാനമാടാൻ പാടില്ലെന്നാണ് UDF സർക്കാരിനോട് പിണറായി വിജയൻ പറയുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ അമ്മാനമാടിയത്? ഈ സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 18-ന്. ഈ വർഷം ലോകമാകമാനം കാലാവസ്ഥാ പ്രതിസന്ധി ഉണ്ടാവുമെന്നും എൽ നീനോ പ്രതിഭാസം മൂലം മഴ കുറയുമെന്നും എന്നോ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നിട്ട് കഴിഞ്ഞ സർക്കാർ എന്ത് ചെയ്തു? വേനൽക്കാലത്ത് വാങ്ങിയ വൈദ്യുതി ഈ സമയത്ത് തിരിച്ചു കൊടുക്കണമെന്ന് അറിയാത്ത ആളല്ലല്ലോ ഇപ്പോൾ സംസാരിച്ച പ്രതിപക്ഷ നേതാവ്. ഈ സർക്കാർ വന്നതുകൊണ്ടല്ല പ്രതിസന്ധി എന്ന് പറയുന്നു KSEB ചെയർമാൻ MG രാജമാണിക്യം. പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. പുതിയതായിട്ട് വരുന്ന ഒരു പ്രതിസന്ധിയാണ്, ഒരു കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഒരു സൈഡ് വല്ലാത്ത ഡിമാൻഡ്, നമ്മൾ പ്രതീക്ഷിക്കാതിനപ്പുറം ഡിമാൻഡ് കൂടി. ഇത് യാറ് തുടർന്നാലും ഇത് തന്നെ ആയിരുന്നിരിക്കും അതിൻ്റെ അവസ്ഥ. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഈ പ്രതിസന്ധി ഉണ്ടായത്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതായത് പ്രധാനപ്പെട്ട കാരണം വൈദ്യുതിയുടെ ആവശ്യം കൂടിയത് തന്നെയാണ്. നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്നതിലും എത്രയോ കൂടുതൽ വൈദ്യുതി ഇപ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. നമ്മുടെയൊക്കെ വീടുകളിൽ പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം കൂടിയിട്ടുണ്ട്. ഇൻഡക്ഷൻ സ്റ്റൗ, എയർ ഫ്രയർ, അല്ലെങ്കിൽ അങ്ങനെ ഓരോ ഉപകരണം എടുത്തു നോക്കിയാൽ അതൊക്കെ പുതിയതായി വന്നതാണ്. അപ്പോൾ നമ്മുടെ വൈദ്യുതി ഉപഭോഗം കാര്യമായി തന്നെ കൂടിയിട്ടുണ്ട്. അടുത്തത് കാലാവസ്ഥാ പ്രതിസന്ധിയാണ്. ജൂണും ജൂലൈയും ഒക്കെ എങ്ങനെയാണോ കടന്നു പോയിരുന്നത് എന്നൊന്ന് ഓർത്തു നോക്കൂ. ജൂലൈ ആയിട്ടും കാര്യമായ മഴ ലഭിച്ചിട്ടില്ല നമുക്ക്. അപ്പോൾ കാലാവസ്ഥ മാറി, ചൂട് കൂടി,
വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വെള്ളമില്ലെന്ന് മാത്രമല്ല, ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗവും കൂടി. ഇനി അടുത്തത് എന്താണ് കാലാവസ്ഥയ്ക്ക് സംഭവിച്ചത്? അത് നേരത്തെ പറഞ്ഞതുപോലെ എൽ നിനോ പ്രതിഭാസമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് ഈ എൽ നിനോ ഉണ്ടാകുമ്പോൾ മഴ കാര്യമായി തന്നെ കുറയുമെന്ന മുന്നറിയിപ്പ് നേരത്തെ തന്നെ ശാസ്ത്രജ്ഞരൊക്കെ നൽകിയിരുന്നതാണ്. അപ്പൊ എൽ നിനോ വന്നതോടുകൂടി നമുക്ക് മാത്രമല്ല ബുദ്ധിമുട്ട്, നമുക്ക് മാത്രമല്ല മഴയില്ലാത്തത്, രാജ്യത്താകമാനം പ്രതിസന്ധി ഉണ്ടായി. സാധാരണ നമുക്കിങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പവർ പൂളുകളുണ്ട്, ആ പവർ സെന്ററുകളിൽ നിന്ന് വാങ്ങുകയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. പക്ഷേ രാജ്യത്ത് മുഴുവൻ പ്രതിസന്ധി വന്നതോടെ വാങ്ങാൻ പോലും വൈദ്യുതി ഇല്ലാത്തതാണ് അവസ്ഥ. അതായത് എല്ലാവർക്കും ആവശ്യമുണ്ട്, അവരെല്ലാം ഈ പവർ പൂളിൽ നിന്ന്, പവർ എക്സ്ചേഞ്ചിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ തുടങ്ങി. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ളപ്പോൾ ചെന്നാൽ പോലും വൈദ്യുതി കിട്ടാനില്ല. ഇനി മറ്റൊരു വലിയ കാര്യം കൂടിയുണ്ട്. നമ്മുടെ കാലാവസ്ഥ അറിയാമല്ലോ, നമുക്ക് 6 മാസത്തോളം വലിയ ചൂട് പ്രതിസന്ധിയില്ല. പ്രത്യേകിച്ച് മൺസൂൺ കാലത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മഴയുണ്ടാവും, നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനം കാര്യമായി കൂടും. വേനൽക്കാലത്താണ് നമുക്ക് പ്രതിസന്ധി വരുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങുകയാണ്. അതൊരു കരാറിന്മേലാണ്. അതായത് നമുക്ക് ഒരുപാട് വൈദ്യുതി കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ വൈദ്യുതി തിരികെ കൊടുക്കുമെന്നതാണ്. സാധാരണ നമ്മൾ അത് തിരിച്ചു കൊടുക്കേണ്ട സമയം എന്ന് പറയുന്നത് ഈ ജൂൺ, ജൂലൈ തൊട്ട് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയൊക്കെയുള്ള മാസങ്ങളിലാണ് നമ്മൾ അത് തിരിച്ചു കൊടുക്കുന്നത്. ആ കരാർ അവിടെ നിലനിൽക്കുകയാണ്. അതായത് നമുക്ക് വാങ്ങിയ വൈദ്യുതി തിരിച്ചു കൊടുക്കേണ്ട സമയമാണ്. ആ വൈദ്യുതി നമ്മൾ തിരിച്ചു കൊടുക്കുക ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ വാങ്ങാൻ വൈദ്യുതിയില്ല, നമ്മുടെ കയ്യിൽ വൈദ്യുതിയില്ല, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മഴയില്ല, നമ്മുടെ ഉപഭോഗമാണെങ്കിൽ കാര്യമായി കൂടുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയ പ്രതിസന്ധി. ഇനി എത്രത്തോളം രൂക്ഷമാണ് ഈ പ്രതിസന്ധി അത് നമുക്ക് നോക്കാം. അതായത് സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷം ഇതേ കാലത്ത് നമ്മുടെ ഉപഭോഗം എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ നമ്മുടെ 2025 ജൂലൈയിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 70 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. 70 ദശലക്ഷം. അതേസമയം 2026 ജൂലൈയിലേക്ക് വരുമ്പോൾ അത് 90 ദശലക്ഷം യൂണിറ്റ് ആണ്. അതായത് 20 ദശലക്ഷം യൂണിറ്റ് കൂടുതൽ വൈദ്യുതി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് 70 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതലായി ഉണ്ടായിരുന്നത് 80 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ്. നമ്മുടെ കയ്യിൽ ഒരു 10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി എപ്പോഴും റിസർവായി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ 90 ദശലക്ഷം ആകുമ്പോൾ നമ്മുടെ കയ്യിൽ 10 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി കുറവാണ് എന്നതാണ് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ വലിയ പ്രതിസന്ധിയുടെ കാര്യം. സത്യത്തിൽ ഈ യാഥാർത്ഥ്യമൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ നേരിടുന്ന, നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം എന്താണ്? എപ്പോഴാണ് കട്ട് എന്ന് അറിയുന്നില്ല. പ്രത്യേകിച്ച് ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്നലെ തൃശൂർ അന്നമനടയിൽ നാട്ടുകാർ KSEB ഉദ്യോഗസ്ഥരെ കൈവച്ചില്ലെന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ സമയം മുൻകൂട്ടി അറിയിക്കാൻ പറ്റാത്തത്? മുമ്പൊക്കെ നമുക്കറിയാം പവർ കട്ട് ഇന്ന സമയത്താണെന്ന് നമുക്കറിയാം. അതിനനുസരിച്ച് നമ്മൾ മെഴുകുതിരിയോ എമർജൻസി ലാമ്പൊക്കെ എടുത്ത് തയ്യാറായി ഇരിക്കുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ മുൻകൂട്ടി അറിയിക്കാൻ പറ്റാത്തത്? പ്രതിസന്ധി വരുമെന്നുള്ളത് കൊണ്ട് നമ്മൾ 4000 മെഗാവാട്ടോടെ ബിഡാണ് ഇട്ടത്. കിട്ടിയത് 100 മെഗാവാട്ടിന് താഴെയാണ്. നമുക്കിപ്പോൾ 1000 മെഗാവാട്ടോടെ കുറവുണ്ട്. 6 മണി പീക്ക് വരുന്ന സമയത്താണ് നമ്മൾ ഡയറക്റ്റായിട്ട് ലൈവ് എക്സ്ചേഞ്ചിൽ പോയാണ് മേടിക്കുന്നത്. അപ്പോൾ കിട്ടത്തില്ല. സ്വാഭാവികമായിട്ടും ആ സമയത്താണ് കട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ അറിയിച്ചുകൊണ്ടുള്ള ഒരു കട്ട് പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റാതെ. നമ്മൾ 2 കാര്യം നോക്കി ചെയ്യണം. എന്ന് വെച്ചാൽ പവർ ചിലപ്പോൾ ഒരുപാട് അധികം പൈസ കൊടുത്താൽ കിട്ടുന്ന ഒരു സാഹചര്യം കിട്ടും. പക്ഷേ എനിക്ക് അടുത്ത വർഷം കൺസ്യൂമർ തലയ്ക്ക് ഇത് കട്ടിവയ്ക്കാതെ, അതായത് പവർ ചാർജ് വർധനയില്ലാതെ പവർ വാങ്ങിക്കേണ്ട ഒരു ഇതും കൂടിയുണ്ട്, ചുമതലയും കൂടിയുണ്ട്. നിലവിലെ കടുത്ത പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ കൂടി പിന്തുണ അഭ്യർത്ഥിക്കുകയാണ് സർക്കാരും KSEB. നമ്മളിൽ ഒരാൾ ഒരു ലൈറ്റ് ഓഫ് ചെയ്താൽ എന്ത് കാര്യമെന്ന് കരുതരുത്. ഓരോ തുള്ളിയും ചേർന്നാലേ പെരുവെള്ളമുണ്ടാകൂ. ആ പ്രതിസന്ധിയെ മറികടക്കാനാകും. കുറച്ച് നാളത്തേക്ക് ഈ പ്രയാസം ഉണ്ടാകും. പിന്നെ ജനങ്ങളും സഹകരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആവശ്യമില്ലാത്ത ഒരുപാട് ലൈറ്റുകൾ, ആഡംബര വിളക്കുകൾ കത്തുന്നുണ്ട്. നമ്മളുടെ എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും നമ്മൾ AC ഇടുന്നത് 27 ഡിഗ്രി സെൽഷ്യസിലാക്കണം. അത്രയാക്കിയില്ലെങ്കിൽ 25 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും ആക്കുക. ആഡംബര വിളക്കുകൾ ഒഴിവാക്കുക. രാത്രിയിൽ ഇസ്തിരി ഒഴിവാക്കുക. അങ്ങനെയുള്ള മോട്ടർ രാത്രിയിൽ ഒഴിവാക്കുക. കുറേയേറെ സഹകരിക്കുക. നമ്മൾ കേരളത്തിൽ ഏകദേശം ഒരു കണക്കെന്ന് പറയുന്നത് ഒരു 15 ലക്ഷം ഓളമുള്ള AC ഉണ്ട് എന്നാണ് ഒരു കണക്ക് പറയുന്നത്. 24 ഡിഗ്രിയിൽ ഉപയോഗിക്കുന്ന ആൾ 25 ഡിഗ്രിയിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ തുടങ്ങുവാണെങ്കിൽ
നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് 1 ലക്ഷം യൂണിറ്റുകളാണ് കേരളത്തിൽ. അത് കേരളം ഒട്ടാകെ ചെയ്യുന്നത്. ഞാൻ എന്തിനാ ചെയ്യുന്ന ആൾ ചോദിച്ചാൽ അതുകൊണ്ടാണ് ഇത് കൂട്ട് ഉത്തരവാദിത്തം. അങ്ങനെ ഉള്ള ഒരു സ്വയം നിയന്ത്രണം വന്നാൽ അടുത്ത വർഷം കൺസ്യൂമറിന് വില വർധനവില്ലാതെ ഇതേ വിലയിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ ഇതേ റേറ്റിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. കൂടിയ പൈസയ്ക്ക് വേണമെങ്കിൽ പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വൈദ്യുതി വാങ്ങാം. പക്ഷേ അതിന്റെ ഭാരം നമ്മൾ കൺസ്യൂമേഴ്സ് തന്നെയാകും സഹിക്കേണ്ടി വരിക എന്നതാണ് യാഥാർത്ഥ്യം. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്ന കരാർ ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പോൾ KSEB അത്തരമൊരു കരാറിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് മുതൽ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്നുമുണ്ട്. അതോടൊപ്പം മഴ കൂടി കാര്യമായി പെയ്താൽ തൽക്കാലം പ്രതിസന്ധിക്ക് പരിഹാരമാകും. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമാണ്. കരുതൽ വേണ്ടത് സർക്കാരിനാണ്.